കേരള നിയമസഭയുടെ ഒരു അവാർഡ്, അതും സഭാ നടപടികൾ റിപ്പോർട്ട് ചെയ്യുന്ന വിഭാഗത്തിൽ ജി കാർത്തികേയന്റെ പേരിൽ ലഭിച്ച അവാർഡ് വളരെ വലിയൊരു അംഗീകാരമായാണ് കാണുന്നത്. പ്രധാനമായും സഭയുടെ നടപടിക്രമങ്ങൾ, വർത്തമാനകാലത്തെ നടപടിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ അതിൽ ചരിത്രം കൂടെ ചാലിച്ചെഴുതാനുള്ള സാഹചര്യം കിട്ടിയതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നിർണായകമായി കാണുന്നത്. ഇത്തവണ എനിക്ക് പുരസ്കാരം ലഭിച്ചത് കരിമ്പനയുടെ ജാതകം എന്ന പ്രത്യേക പരിപാടിയാണ്. കരിമ്പന എന്തെല്ലാം തരത്തിലാണ് പാലക്കാട്ടുകാരെ അല്ലെങ്കിൽ മലയാളികളെ സ്വാധീനിക്കുന്നത്, കരിമ്പന പാലക്കാട്ടുകാർക്ക് എന്തെല്ലാം നൽകിയിരുന്നു, ആ കരിമ്പന കൊണ്ട് എന്തെല്ലാം ഉപയോഗങ്ങൾ ഉണ്ട്, ഇതെല്ലാം തന്നെ ഒരു അരമണിക്കൂർ പ്രോഗ്രാമായിട്ടാണ് ചെയ്തത്. ഒപ്പം തന്നെ ഒരു കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിൽ ഒരു 3 വാർത്തകളെയും ചെയ്യും. EK നായനാർ മാധ്യമ അവാർഡ് എന്നുള്ള സെക്ഷനിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് അന്വേഷണാത്മക വാർത്തകൾക്കുള്ള ഒരു പുരസ്കാരമാണ്. കോവിഡ് കാലത്തിന് ശേഷം കേന്ദ്ര സർവീസ് നിയമനത്തിൽ വന്ന കുറവിനെക്കുറിച്ചും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചുമാണ് ആ പരമ്പരയിലൂടെ പറയാൻ ശ്രമിച്ചത്. ബേസിക്കലി ഒരു വീഡിയോ എഡിറ്ററാണ്. അങ്ങനെ വീഡിയോ എഡിറ്ററായിട്ട് നിന്നുകൊണ്ടാണ് ഒരു ഡോക്യുമെൻ്ററി പ്രൊഡക്ഷൻ ചെയ്തത്. വുമൺ ഡ്രൈവറായിട്ടുള്ളൊരു സുജ എന്ന് പറയുന്ന നമ്മുടെ ചേച്ചിയുടെ ഒരു വീഡിയോ ആയിരുന്നു. ചേച്ചി ഒരു ഡ്രൈവർ മാത്രമല്ല, സ്ത്രീ വണ്ടി ഓടിക്കുന്നതെല്ലാം നമ്മൾ സ്ഥിരം കാണാറുണ്ട് ഇന്നത്തെ കാലത്ത്. പക്ഷേ അതിലുപരി സുജ ചേച്ചിയുടെ ഒരു വിദ്യാഭ്യാസ യാത്ര ഭയങ്കര കൗതുകമായിട്ട് തോന്നി. ഭയങ്കര ഇൻട്രസ്റ്റിങ്ങും ഭയങ്കര രസമായിരുന്നു. വിഷ്വലി കഥ പറഞ്ഞു പോകുന്നൊരു ഡോക്യുമെൻ്ററിയാണ് ടോപ്പ് ഇയർ എന്നുള്ളത്. അതിന് ഗൗരിയമ്മയുടെ പേരിലുള്ള നിയമസഭ അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര സ്വപ്നതുല്യമാണ്. എൻ്റെ ഒരു ദിവസത്തെ ലൈഫാണ് ഷബീഖാൻ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അത് ഇത്രയേറെ ഒരു അവാർഡിന് അർഹമായതിൽ വളരെയേറെ, അതും ഗൗരിയമ്മയുടെ പുരസ്കാരം നിയമസഭ നൽകുന്നത്, അത് ഭയങ്കരയേറെ സന്തോഷം.